നമ്മുടെ രാജ്യത്തെ നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. 2025 ഏപ്രിൽ 22-ന് കാശ്മീരിലെ മനോഹരമായ പഹൽഗാം താഴ്വരയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന അതിക്രൂരമായ ആക്രമണം ഇന്നും ഓരോ ഭാരതീയൻ്റെയും ഉള്ളിൽ ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുകയാണ്. പഹൽഗാമിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി എത്തിയ ഈ നാട്ടിലെ നിഷ്കളങ്കരായ 26 മനുഷ്യർ അവിടെ പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ രാജ്യം ഒന്നടങ്കം ആ വേദനയിൽ പങ്കുചേർന്നിരുന്നു. എന്നാൽ ഒരു വർഷത്തിനിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ കണ്ണുനീരിനെ നീതി ലഭിച്ചുവെന്ന ആശ്വാസത്തിലാണ് നമ്മുടെ രാജ്യം. പഹൽഗാമിലെ ലിദർ നദിക്കരയിലും ബൈസരൻ താഴ്വരയിലും സന്തോഷം നിറഞ്ഞു നിന്ന ഒരു വൈകുന്നേരമായിരുന്നു അത്. പല പ്രായത്തിലുള്ള വിനോദസഞ്ചാരികൾ എല്ലാം മറന്ന് അവിടെ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു. എന്നാൽ നിമിഷനേരം കൊണ്ട് ആ സമാധാനത്തെ കീറിമുറിച്ചുകൊണ്ട് ലഷ്കർ ഭീകരരുടെ തോക്കുകൾ തീതുപ്പി. കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് നേരെ ഭീകരർ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വെടിയുതിർത്തു. അന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിനടുത്ത് കണ്ണീർ വാർത്തുകൊണ്ട് ഇരുന്ന ഹിമാൻഷി ആ ദുരന്തത്തിന്റെ ഒരു നേർചിത്രമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു ദൗത്യത്തിന് രാജ്യം പേര് നൽകിയതും അതിൽ നിന്നാണ്. ഈ ക്രൂരതയ്ക്ക് പിന്നിലുള്ള ഒരൊറ്റ ഭീകരനെയും രാജ്യം വെറുതെ വിടില്ലെന്ന് ആ ദിവസം തന്നെ ഇന്ത്യൻ സൈന്യം പ്രതിജ്ഞ ചെയ്തിരുന്നു. ഓപ്പറേഷൻ മഹാദേവ് എന്ന ദൗത്യമാണ് ആദ്യം തുടങ്ങിയത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം വനമേഖലയിലേക്ക് കടന്നുകളഞ്ഞ ഭീകരരെ കണ്ടെത്തുക എന്നതായിരുന്നു ആ ദൗത്യം. അതീവ ദുഷ്കരമായിരുന്നു എങ്കിലും ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ മഹാദേവ് എന്ന ദൗത്യം ചരിത്രമായി മാറി. കൊടും തണുപ്പും ദുർഘടമായ വനപാതകളും താണ്ടി നിരന്തരമായ ഒരു തിരച്ചിലിന്റെ അവസാനമാണ് ഭീകരരെ സൈന്യം വളയുന്നത്. ദാച്ചിഗാം വനമേഖലയിൽ നടന്ന അതിശക്തമായ ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡർ സുലൈമാൻ ഷാ ഉൾപ്പെടെയുള്ള 3 ഭീകരരെയും ഇന്ത്യ വധിച്ചു. പിന്നാലെ ഭീകരർക്ക് അഭയവും പരിശീലനവും നൽകുന്ന അതിർത്തിക്ക് അപ്പുറത്തുള്ള താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ അതിരഹസ്യവും ശക്തവുമായ നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ധു. അതിർത്തി കടന്നുള്ള ഭീകരവാദികളുടെ ലോഞ്ച് പാഡുകളെയും ആയുധപ്പുരകളെയും തകർക്കാൻ ആ ദൗത്യത്തിലൂടെ നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞു. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗവും വ്യോമസേനയും സ്പെഷ്യൽ ഫോഴ്സും സംയുക്തമായി നടത്തിയ ഈ മിന്നൽ നീക്കം ഭീകര സംഘടനകൾക്കും അവരെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനും വലിയൊരു ആഘാതമാണ് നൽകിയത്. ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമായ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന്റെ ആണവ ശേഖരത്തിന്റെ തൊട്ടു പിന്നിലായി വന്നു വീണപ്പോൾ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചിരുന്നു. അന്നത്തെ ആഘാതത്തിൽ നിന്നും ഇപ്പോഴും പാകിസ്ഥാൻ കരകയറിയിട്ടില്ല. എന്നിട്ടും പഹൽഗാമിലെ ആക്രമണം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുകയാണെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആഗോളതലത്തിൽ പ്രതിരോധത്തിലായിട്ടും രാജ്യം പട്ടിണിയിലായിട്ടും ലഷ്കർ ഇ തോയ്ബ, ജയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾക്ക് പാകിസ്ഥാനിൽ ഇപ്പോഴും സുരക്ഷിതമായ താവളങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ എത്തിക്കുന്നതും അതിർത്തിയിൽ ലഹരിമരുന്ന് കടത്തുന്നതും വഴി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോഴും ഭീകര സംഘടനകളെ ഇന്ത്യക്കെതിരെ ഒരു ആയുധമാക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനം ഇന്ന് 10 മടങ്ങ് കരുത്തുള്ളതാണ്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വഴി നൽകിയ സന്ദേശം വളരെ വ്യക്തവുമാണ്. ഭാരതത്തിന്റെ മണ്ണിൽ ചോര വീഴ്ത്തുന്നവർ എവിടെ ഒളിച്ചിരുന്നാലും അവരെ വേട്ടയാടാൻ ഇന്ത്യൻ സൈന്യം എപ്പോഴും സജ്ജമാണ്. പഹൽഗാം ആക്രമണത്തിന്റെ വാർഷികത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളെ രാജ്യം സ്മരിക്കുമ്പോൾ ഈ സ്മരണ വെറും കണ്ണുനീർ മാത്രമല്ല, ഭീകരതയെയും അതിന്റെ സ്പോൺസർമാരെയും വേരോടെ പിഴുതെറിയാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പഹൽഗാം ആക്രമണത്തിന്റെ 1-ാം വാർഷികം.